ഗൈസ് 10 വർഷം ഇന്ത്യ ഭരിച്ച ബിജെപിനോട് എനിക്ക് പേഴ്സണലി ബഹുമാനം ആദരവും മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഇമോഷണലോ ഒന്നും എനിക്ക് സംഭവിച്ചില്ല. പിന്നെ എന്റെ വീഡിയോസിൽ പൊളിറ്റിക്സ് ആയിട്ട് ഒരു ബന്ധമുള്ള വീഡിയോസ് ഞാൻ ഇടലില്ല. പക്ഷെ അഖിൽമാരാറ് മൾട്ടിപ്പിൾ ഡാഡി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലൂടെ ഉണ്ടായ എരപ്പ ജാതി എനിക്ക് എന്താ നിലപാടുണ്ട്. എന്റെ നിലപാടിന്റെ ഫസ്റ്റത്തെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചേ. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. സത്യം പറയുകയാണെങ്കിൽ ഈ തൃക്കാക്കര ഏത് സ്ഥലത്ത് ഏത് ജില്ലയിലാണെന്നും കൂടി എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, തൃക്കാക്കര എങ്ങാനും അഖിൽമാരാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്കേനാശി എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് ബീച്ചിൽ കൂടെ ഷെഡിയും റേച്ചറി ഇട്ട് നടക്കും. എനിക്ക് അത്രക്ക് ഉറപ്പായി തൂറിപ്പൊട്ടും. 100-200 കോടിയാണ് കിട്ടിയപ്പോ നമ്മളെ കേരളക്കാരെ വിൽക്കാന്നാണ് വിചാരിച്ചില്ല. ജൂദാസിന്റെ പണിയെടുക്കല്ല മോനെ. ജി വെടിയാളമായിരടാ. ആരാണ് ഏറ്റവും കൂടുതൽ പൈസ ഓല കൊടുത്തിലാജി പോവുക. നിലപാടിന്റെ രാജകുമാരൻ. എനിക്ക് ഇത്രക്ക് ടെൻഷനാകാൻ കാരണം എന്താ വെച്ചാല് ഞമ്മ ഫസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ അഖിൽമാരാറിനെ. ആദ്യമായിട്ട് ഏതൊരു മലയാളിയും കാണുന്നത് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന്റെ ശേഷമാണ്. അന്ന് ഇയാളിങ്ങനെ ഞാൻ ശ്രദ്ധിക്കും, എച്ചാതി വാക്കുകൾ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും. അതൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു റോൾ മോഡലായ മനുഷ്യനെ. പാർട്ടിനോടുള്ള ദേഷ്യാണെന്നൊന്നും വിചാരിക്കരുത്. ഇപ്പം ഡോക്ടർ റോബിനും ബിജെപിക്ക് പോയിട്ടില്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഓൻ്റെതായിട്ടുള്ള ഇങ്ങനെ ഇവന്റെ ഐഡിയ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായ. ആദ്യം ഇങ്ങനെ പറയാം, ഞാനൊരു പാർട്ടിയിലും ഇതാക്കൂല ചാണകത്ത് ചവിട്ടൂല. അപ്പൊ എന്ത് ചെയ്യും ബിജെപിക്കാര്? ഇവന്റെ ഈ അഭിമാനത്തിന് ഒരു 200 കോടി കൊടുക്കുക, അപ്പൊ അവൻ വിറ്റോളെന്ന് വിചാരിക്കുക. അങ്ങനെ പൈസ ഉണ്ടാക്കാടെ ഈ എരപ്പ ജാതി. നിങ്ങൾക്ക് ടാറ്റിക്സ് മനസ്സിലായ? ഫസ്റ്റ് ബിഗ് ബോസ് ആണ് കഴിഞ്ഞ് കുറച്ച കാലം കഴിഞ്ഞപ്പോ കയ്യിലുള്ള പൈസ ഒക്കെ കഴിഞ്ഞു. അപ്പൊ തോന്നി ഒരു പടം ഇറക്കാന്ന്. പടം ഇറക്കിയപ്പോ ഏതോ ഒരു മുള്ളംകൊല്ലി എന്തോ ഒരു ഊള പടം ഇറക്കിനു. ഒരു ചള്ളൊക്കെ ഒന്ന് കൊടുക്കാൻ തോന്നാം. മനുഷ്യന്റെ 160 റുപ്യ പോയത്. 160 റുപ്യ ഉണ്ടോ മര്യാദ? 160 റുപ്യ പോയത് അന്ന് പടം കണ്ടിട്ട്. എന്നിട്ട് അന്ന് അഖിൽമാരോടുള്ള ഇഷ്ടം കൊണ്ട് പോയി കണ്ടത്. അത് പോട്ടെ, 160 പോട്ടെ, മര്യാദക്ക് ജിപേ ചെയ്തോണ്ടി. എന്നിട്ട് അത് കഴിഞ്ഞതിന്റെ ശേഷം എന്ത് അപ്പൊ എന്നിട്ട് ആ പടം പൊട്ടിന്റെ ശേഷം എന്നിട്ട് പ്രൊഡ്യൂസറോട് ഉളുപ്പില്ലാതെ പൈസ ചോദിച്ചിട്ടില്ല. ഞാൻ 4-5 പ്രവേശം വീഡിയോ ചെയ്തതിന് അതിനുള്ള പൈസ എങ്കിലും തരുമെന്ന് പറഞ്ഞിട്ട് ഇനി നടക്കാൻ പോണെന്ന് എന്താ വെച്ചാല് ബിജെപിയിൽ മത്സരിച്ചിട്ട് പൊട്ടി. എന്നിട്ട് ബിജെപിന്റെ ആൾക്കാർ എന്തെങ്കിലും പൈസ ഒരു 100 കോടി 200 കോടി തരാറുണ്ടോ? എന്നിട്ട് 50 കോടി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആള് വീഡിയോ ഇടും. ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് കൈയെടുത്തിട്ട് ഞാൻ ബാത്റൂമിൽ കിടന്നുറങ്ങിന്, ഞാൻ അവിടെ പോയിന് ഇവിടെ പോയിന്, അതിനൊന്നും എനിക്ക് പൈസ ഇട്ടില്ല. എന്താണ് അത് ഇതെന്ന് പറഞ്ഞാൽ തിരിച്ചു പറയും. കാരണം എന്താ വെച്ചാല് അഖിൽമാരാർന്നല്ല എന്റെ പേര്, ഓന്തുമാരാർന്ന് വിളിക്കണം. അതൊക്കെ പഠിച്ചോൻ എന്താ 1947 ജനിപ്പിക്കാത്തതെന്ന് മനസ്സിലായില്ലേ? അന്നെങ്ങാനും ഇവനെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇവൻ അവിടെ ഇംഗ്ലീഷുകാർക്ക് കുമ്പിടാൻ പോകും. അതന്നെ ഉണ്ടാവുക. അതിൽ ഇത്രയും കാലം ഓന്തുമാരാറിന്റെ റോൾ മോഡലൊക്കെ ആയി നടന്നേന് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഏതായാലും മൂപ്പർ എങ്ങനെ ആയാലും ഇനിയിപ്പോ ശിഷ്യനും അങ്ങനെ ആവണ്ടേ. ഇജി എന്നെ കുറിച്ച് നല്ലത് പറയണം എന്നുണ്ടെങ്കിൽ ഒരു 100 കോടി അയക്ക്. ഞങ്ങളെ മണ്ണൂരോളവും കടലുണ്ടി അങ്ങാടി ഉള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് മന്തിയൊക്കെ വാങ്ങി കൊടുക്കട്ടെ. ഓക്കെ, എന്നാ നല്ലത് പറയാം. അഖിൽമാരാർ അടിപൊളിയാണ്, പളുങ്ക് പോലത്തെ ഹൃദയമാണെന്നൊക്കെ പറഞ്ഞേ. എരപ്പ ജാതിയെ പോടാ അവിടുന്ന്.